ഇന്നത്തെ ഉച്ചയൂണിന് വാള മീനാണ് കിട്ടിയത്. ഇവിടെ ഏത് മീനുണ്ടാക്കിയാലും ഇടുന്ന ഒരു കാര്യമുണ്ട്, മുരിങ്ങക്കായും പച്ചമുളകും. അതിലേക്ക് വറുത്ത മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, 2 ചെറിയ ഉള്ളി, തേങ്ങ ഇത്രയും നല്ലവണ്ണം അരച്ചിട്ടു. പിന്നെ അതിനുശേഷം ഒരു ടൊമാറ്റോയും കൂടെ ഇട്ടു. ഒരല്പം വാളൻ പുളി പിഴിഞ്ഞൊഴിച്ചതും കൂടെ ചേർത്താണ് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അടുപ്പിൽ വയ്ക്കാം. അപ്പോഴേക്ക് എൻ്റെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി. ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. കുമ്പളങ്ങയും പച്ചമുളകും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മോര് കറി ഉണ്ടാക്കാനാണ്. ഇനി എല്ലാത്തിലും കടുക് താളിച്ചൊഴിക്കാം. കുമ്പളങ്ങ ഒഴിച്ച് കറിയിൽ നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ. മീനൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇനി ഒരു കായ മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാം. പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലവണ്ണം ഇളക്കി അടച്ചു വയ്ക്കാം. നല്ലവണ്ണം വെന്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറ് എടുത്തിട്ടുണ്ട്. ഇനി മോര് കറി ഒഴിക്കാം. കായ മെഴുക്ക് വരട്ടിയതും പിന്നെ മീനും. എൻ്റെ പ്ലേറ്റ് ഇതാണ്, സ്റ്റീൽ പ്ലേറ്റാണ്. മൺ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, എന്നാലും ഓരോരോ ശീലങ്ങൾ അതൊന്നും മാറത്തില്ലല്ലോ, പണ്ടത്തെ ശീലങ്ങൾ. ഈ മീൻ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, നല്ല മുള്ളാണ്. ഇത് മുള്ളെടുക്കാനായിട്ട് ആദ്യം സൈഡിൽ നിന്നുള്ള മുള്ള് ഇങ്ങനെ മാറ്റിയെടുക്കണം. എന്നിട്ട് വേണം കഴിക്കാൻ. 2 സൈഡിൽ ഇതുപോലെ മുള്ള് കാണും. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.